മരിക്കുന്നവരെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കല്യാണ പെണ്ണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുടുംബജീവിതം അത് ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അത്ര സന്തോഷമുള്ള ഒന്നുമല്ല. ഈ കല്യാണ പെണ്ണിനോടും പയ്യനോടും പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് വലിയ ഉഷാറാ. ഇപ്പൊ ജീവിതത്തിലേക്ക് കടന്നു കഴിയും, ഒരാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഇങ്ങനെ തുടങ്ങും. അത് ജീവിതത്തിന്റെ ഒരു കാര്യം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഏതൊരു പയ്യന്റെയും ആഗ്രഹമാണ് എന്ത്? ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ഇതൊരാണിന്റെ ആഗ്രഹം. ഏതൊരാണും പറയും. ഇപ്പൊ ഈ വിവാഹം കഴിക്കുന്ന പയ്യന്റെ ഈ മനസ്സിന്റെ ഉള്ളിൽ, ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ ഭാര്യ അനങ്ങാൻ പാടില്ല. ഇത് അവന്റെ ഒരു ആഗ്രഹമാണ്. എന്നാ പയ്യനോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിന്റെ ആഗ്രഹം മാത്രമാ, നിന്നെ കൊണ്ട് നടക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാണിനെ കൊണ്ടും പറ്റൂല തന്റെ ഭാര്യ വരച്ച വരെ നിർത്താൻ. പറ്റുമോ? ഒരാണിനെ കൊണ്ടും എത്ര താടി ഉണ്ടെങ്കിലും തഴമ്പുണ്ടെങ്കിലും പറ്റുമോ? എന്റെ ഭാര്യ വരച്ച വരെ നിർത്താൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം എന്തേ? അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാ. അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാ. കൂടുതൽ വളച്ചാലും ഓടിയും, കൂടുതൽ നൂത്താലും ഓടിയും. അപ്പൊ എന്ത് ചെയ്യരുത്? വളക്കുകയും ചെയ്യരുത്, നോക്കുകയും ചെയ്യരുത്. ഇങ്ങനെ കൊണ്ട് നടക്കണം. അതാ ജീവിതം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സഹോദരിമാർക്ക് സന്തോഷമായി. ആണുങ്ങൾ വിചാരിക്കും, ചുമ്മാതല്ല എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക്. അവിടെയും വഴക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വഴക്ക് കൂടും. പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, ചോറും പാത്രവും. നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളെന്ന്. നമ്മുടെ വീട്ടിൽ മാത്രമേ ഈ പാത്രമൊക്കെ എടുത്ത്, ചോറും പാത്രം എടുത്തെറിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല എറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുമ്പോൾ രോമം ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്കും വലിയ നീതിമാനായ ഭരണാധികാരിയാ ഉമർ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ വരെ പേടിക്കുമായിരുന്നു. ആ ഉമർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വീട്ടിൽ പോയത്രേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് തന്റെ ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാം വീട്ടിലേക്ക് ചെന്നപ്പോ ഉമർ തങ്ങളുടെ വീടിനകത്ത് ബദർ യുദ്ധം നടക്കാം, ഭാര്യയും ഭർത്താവും കൂടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉമർ തങ്ങളോട് വഴക്കൂടാ. ഇത് കണ്ടപ്പോ ഈ മനുഷ്യൻ ചിന്തിച്ചു, അത്ര അള്ളാണ്, അപ്പൊ എന്റെ ഭാര്യ തന്നെയാ ഇതിനെക്കാളും നല്ലത്. ഇറങ്ങിപ്പോയെന്ന ചരിത്രം ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, പെണ്ണിന് ഭർത്താവിന്റെ ഉമ്മാനെയും ബാപ്പാനെയും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കൂല. പക്ഷെ അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ കുടുംബക്കാര് വലിയ ഇഷ്ടമാണ്. അത് പണ്ട് മുതലേ അങ്ങനെ, ഇന്ന് മുതലല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ, ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ഏതു ഭാര്യയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെയാ ഇഷ്ടം. ആയിഷ ബീബി സന്തോഷമായി വീടിന്റെ അകത്ത് കയറി. ഉടനെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പാനെയാണ്. ആയിഷ ബീബി പിടിച്ച് ഉമ്മ കൊടുത്തു. ഇത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് പറയാനുള്ളത്, ഒരു മയത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ ഒരു അടവ് നയം നടത്തിയാൽ കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാകും. അള്ളാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നീ പഠിച്ചോണം. നീ ചോദിക്കുന്നതെല്ലാം ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവുള്ളവനാകണമെന്നില്ല. നീ മനസ്സിലാക്കേണ്ടത്, നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല. നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം തരണം, എനിക്ക് നീ നല്ല മരണം തരണം. ഈ ദുആ സ്വീകരിക്കണമെങ്കിൽ നീ നിന്റെ ഭർത്താവിന് ദുആ ചെയ്താലേ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും പ്രത്യേകിച്ച് ഈ നവദമ്പതികളോട് പറയാനുള്ളത്, ഇസ്ലാം പറയുന്ന രീതിയിൽ
പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹ ജീവിതത്തിലാണ് സ്ഥാനമുള്ളത്, വിവാഹ ജീവിതത്തിലാണ് സന്തോഷമുള്ളത്, വിവാഹ ജീവിതത്തിലാണ് ആനന്ദമുള്ളത്. മരിച്ചാലും നിന്റെ ഭർത്താവിനെ മറക്കാൻ നിനക്ക് കഴിയില്ല, മരിച്ചാലും നിന്റെ ഭാര്യയെ മറക്കാൻ കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ട് ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞുപോയി. അലിയാരി തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. കിടന്നിട്ടുറക്കം വരുന്നില്ല. പാതിരാത്രി ആരും കാണാതെ എഴുന്നേറ്റ് തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് അലിയാരി തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈക യാ ഫാത്തിമ, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ ഭാര്യ മരിച്ചെന്ന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അലിയാരി തങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ഫാത്തിമ ബീവിയോട് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കാതെ വന്നപ്പോ അലിയാരി തങ്ങൾ ചോദിക്കുകയാ, എന്നോട് പിണങ്ങിയോ ഫാത്തിമ? മരിച്ചുപോയ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്ക, എന്നോട് പിണക്കമാണോ? എന്തേ നീ എന്റെ സലാം അടക്കാത്തത്? എന്റെ ഫാത്തിമ എന്റെ സലാം അടക്കാത്തത്? മടക്ക് ഫാത്തിമ. കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പിണക്കം മാറ്റുന്നത് പോലെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ എന്നോട് പിണക്കമാണോ ഫാത്തിമ? ഒന്ന് സലാം അടക്കു ഫാത്തിമ, എന്നെ നീ മറന്നുപോയോ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സലാം അടക്കാതെ വന്നപ്പോ അലിയാരി തങ്ങളെ ഖബറിനോട് പറയുന്നു, ഖബറേ എന്റെ ഫാത്തിമയോട് എന്നോട് പിണങ്ങരുതെന്ന് പറ, എന്റെ ഫാത്തിമയോട് സലാം അടക്കാൻ പറ. എന്റെ ഫാത്തിമയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയുടെ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആരാണ് എന്റെ ഫാത്തിമ എന്നറിയുമോ? വിവാഹം കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞു മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ ഭാര്യയായിട്ട് കിട്ടിയ അലിയാരി തങ്ങള് കിടപ്പറയിലേക്ക് കടന്നു ചെന്നു. ഫാത്തിമ ബീബി മണിയറക്കകത്ത് കയറി. അലിയാരി തങ്ങൾ വീടിന്റെ കവാടമടച്ചു. വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കണച്ച് കളയുകയാണ്. വിളക്കണക്കല് സുന്നത്താ. ഫാത്തിമ ബീബിയുടെ മണിയറയിലെ വിളക്കണച്ച് കളയുമ്പോ അലിയാരി തങ്ങൾ നോക്കുമ്പോ മണിയറക്കകത്ത് വല്ലാത്ത ഒരു തേങ്ങല് കേൾക്കുകയാണ്. ആരോ ഇരുന്ന് കരയുകയാണ്. അലിയാരി തങ്ങൾ നോക്കുമ്പോ കരയുന്നത് മണവാട്ടിയാ. അലിയാരി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ? എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അലിയാരി തങ്ങള് ഈ മദീനത്ത് ഏതെങ്കിലും ഒരു പെണ്ണങ്ങ ഇഷ്ടപ്പെടാത്ത പെണ്ണുണ്ടോ? അതിനല്ല ഞാൻ കരയുന്നത്. പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അലിയാരി തങ്ങൾ പറയുകയാണ്, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്, ഇന്ന് നമ്മുടെ മണിയറയാണ്. എന്തിനാണ് നീ പാതിരാത്രി ഇരുന്ന് മണിയറക്കകത്തിരുന്ന് കരയുന്നത്? ആ സമയത്ത് ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, എനിക്ക് ഓർമ്മ വന്നത് ഖബറാണ്. ഈ മണിയറയല്ല അലിയേ, ഇവിടെയല്ല മണിയറ. ഈ പെണ്ണിനോടും ഭർത്താവിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദിരാത്രി ഇന്നല്ല മണിയറ എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതുമണവാളനോട് ഒരു പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. പിന്നെ എവിടെയാണ് ഒരുക്കേണ്ടതെന്നറിയുമോ? അത് മരണപ്പെട്ട് 3 കഷ്ണം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ ഒരു കുടിക്കകത്ത് കുടിച്ചിടുമ്പോ അതിന്റെ 1ാമത്തെ രാത്രിയുണ്ടല്ലോ,
അവിടെയാണ് മണിയറ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണവാളനെ പോലെ കിടക്കേണ്ടത്. അതാ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച്, അതിനകത്തെ പാമ്പുകളും തേളുകളെയും കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിൽ കിടന്നു വന്ന ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, അലിയേ, നമുക്ക് ആ ആദിരാത്രി സന്തോഷമാക്കാൻ, ഖബർ മണിയറയാക്കാൻ ഇന്ന് രാത്രി മുഴുവനും നമുക്ക് ഇബാദത്ത് ചെയ്യാം. ഒരു ഭാര്യ മണവാട്ടി പറഞ്ഞു കൊടുക്ക, ഖബറിലെ ഒന്നാമത്തെ രാത്രി മണിയറയാക്കാൻ ഇന്ന് ഇബാദത്ത് ചെയ്യാം. ഇന്ന് ഏതെങ്കിലും പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും കൂടെ മണിയറയിൽ കയറി ചെല്ലുമ്പോ ചോദിക്കാറുണ്ടോ, മോളെ ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചോ? ചോദിക്കാറുണ്ടോ? ഇന്നത്തെ ഈ ഭർത്താവ് പാതിരാത്രി മണിയറയിൽ കയറി ചെല്ലുമ്പോ പെണ്ണുപിള്ളയുടെ അടുത്ത് കെടി നീ 5 നേരം നിസ്കരിച്ചോ? ഈ പെണ്ണ് ചോദിക്കുവോ, കാക്ക സുബഹിയെങ്കിലും നിസ്കരിച്ചോ? കാക്ക ചോദിക്കുവോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, അവര് രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയതല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അത് നന്നാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പെണ്ണിനോടും പയ്യനോടും പറയാനുള്ളത്, ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്തോ, അള്ളാഹു അവരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്തേ, കല്യാണം കഴിക്കുന്ന പയ്യനെ സുബഹി നമസ്കരിക്കാൻ ശൈത്താൻ വിടൂല. ചരിത്രം അതാ പറഞ്ഞേ. ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഇന്നലെ രാത്രി ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ വീട്ടിലൊക്കെ വലിയ ആഘോഷമല്ലേ, കൂട്ടുകാരെല്ലാരും ഇങ്ങോട്ട് വരും. കൂട്ടുകാര് ശൈത്താൻ കൂട്ടുകാരന്റെ രൂപത്തിലാ വരുന്നത്. നീ അവനെ കെട്ടിപ്പിടിക്കും. ശൈത്താൻ കൂട്ടുകാരന്റെ രൂപത്തിലാ വരുന്നത്. അവൻ വന്നിട്ട് അളിയാ രാത്രി 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ ആഘോഷം. എന്നിട്ട് പറയും കിടക്കടാ, സുബഹി നിസ്കരിക്കാൻ വിടൂല, സുബഹി നിസ്കരിക്കാൻ വിടൂല. കാരണം സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോയി, നിന്റെ കാര്യം പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണം, സുബഹി നിസ്കരിക്കാൻ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാരി തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖബറേ, എന്റെ ഫാത്തിമ മണിയറയിലും നിന്നെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ ഓർമ്മപ്പെടുത്തിയവളാ, എന്നോട് പിണങ്ങരുതെന്ന് പറ. അതാ ജീവിതം, മരിച്ചാ പോലും മറക്കാൻ കഴിയാത്ത ജീവിതം. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു ഇവർക്കും നമ്മൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ജീവിച്ച യാസീനിൽ ഒരു ആയത്ത് കാണാം. നമ്മളെല്ലാരും ഓതും, ഹും വസുവാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടുക. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും നാളെ സ്വർഗത്തിൽ ഒരു ചാരുകസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക. പെണ്ണുങ്ങളുണ്ടല്ലോ സേവകയായിട്ട് ഖിദ്മത്ത് ചെയ്യാൻ ഹൂറുല്ലിങ്ങളായ പെണ്ണുങ്ങളെ, അങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്ന് ഉല്ലസിക്കുക. അപ്പൊ ഈ ഇരിക്കുന്ന ചില മഹാന്മാര് ചോദിക്കും, ആമിന നിനക്ക് എങ്ങനെ കിട്ടിയടി ഈ പ്രതിഫലം? ഈ ഇരിക്കുന്ന താത്താമാര് ഈ പെണ്ണുങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? ദുനിയാവിൽ നിങ്ങൾ ഒരുമിച്ച്, ഇവിടെ നിങ്ങൾ ഒരുമിച്ച്. അള്ളാഹു നമ്മൾ അവിടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. അങ്ങടെ ഒരുമിച്ചിരിക്കണമെങ്കിലേ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സുഖിക്കണമെങ്കിൽ വെറുതെ പറ്റൂല. 4 കാര്യം ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ 4 കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചാൽ അവിടെയും ഒരുമിക്കാം. അള്ളാഹു നമ്മളെയൊക്കെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ അവിടെയും വേണ്ടേ? അവിടെയും വേണോ? ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണോ? പറ, വേണോ? വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണോന്ന് ഉസ്താദന്മാരൊക്കെ കൈവക്കിക്കോ. പെണ്ണുപിള്ള ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ചോദിക്കുക, എന്തേപ്പ എല്ലാരും കൈവക്കി നിങ്ങൾ പൊക്കാത്ത? പലരും കൈവക്കാത്ത എന്താ? ഉസ്താദ് ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതന്നെ എൻ്റെ ഒരിക്കലും അങ്ങനൊന്നും അല്ല. അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ ഭാര്യയുടെ സ്വഭാവം മുഴുവനും മാറ്റി ഫ്രഷ് ആക്കി തരും. അവിടെ പോയി അടിച്ചു പൊളിച്ചോണം. അള്ളാഹു പൊളിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെ പോയിട്ട് കിടന്ന് അടിച്ചു പൊളിച്ചോണം. അവിടെ നിസ്കരിക്കണോ? ശരീരം മറക്കണോ? ഒന്നും വേണ്ട. മൊബൈൽ ഉപയോഗിക്കാം, ഇറുങ്ങിയ ജീൻസും പാൻറ് വിടാം, എന്ത് വിടാം, ഒന്നും പേടിക്കണ്ട. ഇവിടെ സൂക്ഷിച്ചാൽ മതി. ഇവിടെ എന്ത് പെണ്ണുങ്ങൾ ഫറദയിട്ട് ഹിജാബ് ഇട്ട് കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നടക്കാം.
പക്ഷെ അവിടെ ഇതൊന്നുമില്ല. ആമിന, നിനക്ക് പൊളിച്ചു നടക്കാം. ഇന്ന് ഐശ്വര്യറായി നടക്കുന്നതിനേക്കാൾ സുന്ദരിയായിട്ട് ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കാം. ആരും വാഴ്ന്നു പറയൂല. എന്താ നീ ഇങ്ങനെ നടന്നേന്ന് പറഞ്ഞ് നരകത്തിൽ പിടിച്ചിടൂല. അവിടെ നിനക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. പൊളിക്കണമെങ്കിൽ ഇത്തിരി ക്ഷമിക്കണം. അവിടെ പോയി അടിച്ചു പൊളിക്കണമെങ്കിൽ ഇവിടെ ഇത്തിരി പൊളിക്കാതിരിക്കുക, എങ്കിൽ അവിടെ പോയി സുഖിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് നെയ്യ് നന്മയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നവദമ്പതികൾ അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അല്ലാഹു ബൈനകുമാ ഫീ ഖൈറിൻ വലുത്ഫിൻ വആഫിയ. അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും ഒത്തൊരുമയും അള്ളാഹു രണ്ടുപേർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ എനിക്ക് കർണാടകയിൽ എഴുതിയതുകൊണ്ട് വായിക്കാൻ അറിയില്ല. ഉസ്താദ് തന്നെ വായിച്ചോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എല്ലാവരും ഇരുന്നപ്പ സംഘാടകർക്ക് ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇനി ദുആ, ചോറ് കിട്ടി, എല്ലാം കഴിഞ്ഞു. ഇനി ദുആ പ്രതീക്ഷിച്ചാണ് അവൻ എല്ലാവരും ഇരുന്നേ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം പെട്ടെന്ന്. ഇൻഷാ അല്ലാഹ് ദുആ. ഒന്നാമതായി ഈ മഹത്തായ ഹാൾ, മേഘ ഹാൾ എല്ലാ വ്യവസ്ഥയാക്കി തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബഷീർ ഹാജി മേഘ, അതുപോലെ അയാളെ ഇലമൂത്ത് മരണപ്പെട്ടു പോയ അയാളുടെ ബാപ്പ ഫضل ഹാജിക്ക് പേരായിട്ട് ദ്വാരക്കാൻ, അതുപോലെ യൂസുഫ് ഹാജി മസ്ദ ಹಾಗೂ ಸಹೋದರರು ಶಾಹುಲ್ ಹಮೀದ್ ಹಾಜಿ ಮೆಟ್ರೋ ಆಫಿಯತ್ಗಾಗಿ, ಶೇಖ್ ಹೈದರ್ ಬಿತ್ತಬಾದೆ ಅವರ ತಂದೆ ತಾಯಿಗಾಗಿ, ಜಕರಿಯಾ ಜೋಕಟ್ಟೆ ಇವರ ಆಫಿಯತ್ಗಾಗಿ, ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಸಿದ್ದೀಕ್, ಬದರುದ್ದೀನ್ ಪ್ಯಾರಿ ಸುರಲ್ಪಾಡಿ ಇವರ ಫ್ಯಾಮಿಲಿಗೆ ಬೇಕಾಗಿ, ಉಬೈದುಲ್ಲಾ ಸಯ್ಯದ್ ಅಲಿ ಬಜ್ಪೆ, ಅದೇ ರೀತಿ ಈ ವಿವಾಹ ಕಾರ್ಯಕ್ರಮದ ಅಕ್ಕಿಯ ವ್ಯವಸ್ಥೆ ಮಾಡಿಕೊಟ್ಟಂತಹ ಯುವಕರಿಗೆ, ಫ್ರೆಂಡ್ ಸರ್ಕಲ್ ಗುರುಪುರ ಕೈಕಂಬ ಇದರ ಅಧ್ಯಕ್ಷರು, ಸರ್ವ ಸದಸ್ಯರಿಗೆ, അതുപോലെ KP നസീർ കുപ്പപ്പദവ്, എ മുഹമ്മദ് മാസ്റ്റർ മുലർപട്ന, മർഹൂം MG ബദറുദ്ദീൻ, അതേപോലെ മർഹൂം ഉക്കാസ് ഗുരുപുര, ഷംസുദ്ദീൻ ചൊക്കബട്ടു, മുഹമ്മദ് ഷരീഫ് ഫാമിലി, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്‌ലിസിൽ ദുആറക്കാൻ വേണ്ടി ഉസ്താദിനോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മഹനീയമായ വലിയ അനുഗ്രഹീതമായ മുതബറക്കായ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദുആറക്കുന്നു, ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ദുആ ചെയ്യാ ബീവേ. നിങ്ങൾ ചോറ് കഴിച്ചാ? ഞാൻ രാവിലെ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഉപ്പിലങ്ങാടി ഇല്ലേപ്പാ, ഉപ്പിലങ്ങാടിയിൽ ഇൻഷാ അല്ലാഹ് കൊക്കട ഓഗസ്റ്റ് 19-ാം തീയതി ഇൻഷാ അല്ലാഹ് പ്രഭാഷണമുണ്ട്. എല്ലാവരും പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. إن شاء الله دعاء سيام إلى حضرة روح نبينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. إن شاء الله എല്ലാവരും എഴുന്നേറ്റ് വാ, എല്ലാവരും വാ, ദുആ ചെയ്യാം വാ.
എല്ലാവരും വാപ്പാ അങ്ങയുടെ അടുത്തേക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പെട്ടെന്ന് വരും. സംഘാടകർ ഉൾപ്പെടെ എല്ലാവരും കയറ് ദുആ. പുതിയ പയ്യനും അമ്മാരെ വിളിച്ച 2 ചങ്ങായിമാരെ അമ്മാരവിടെ ഫോട്ടോ എടുപ്പ് കിടക്കാം. ആ കല്യാണ ചെറുക്കന്മാരെ വിളിക്കുമ്പോ പുതിയ ആപ്പിളമാരെ ഫോട്ടോ എടുപ്പ് നിർത്താൻ പറ. ദുആ ചെയ്യാൻ പോന്ന് വരാൻ പറ. അമ്മാരെ വിളിച്ച 2 ചങ്ങാതിമാരെ, എടാ അനിയ പിന്നെ ഫോട്ടോ എടുക്കാൻ പാ, ദുആ ചെയ്, കുടുംബജീവിതത്തിൽ ബർക്കത്തുണ്ടാവട്ടെ. ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. സഹോദരിമാർ 1 മിനിറ്റ് ഒന്ന് സൈലന്റ് ആയിക്കേ. താത്താമാര് മോളി വയത് പറയാ കേക്ക. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പെണ്ണിന്റെ ശബ്ദം ഔറത്താണെന്ന. പെണ്ണിന്റെ ശരീരം മാത്രമല്ല ഔറത്ത്, പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ ശബ്ദം പോലും ഔറത്താണെന്ന മഹാന്മാര് പഠിപ്പിക്കണേ. താത്താമാര് ശബ്ദം ഒന്ന് കുറച്ച്. അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യാം. ഇവര് പറഞ്ഞ മുസാഫഹത്ത് ചെയ്യാൻ അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട്. കല്യാണ പയ്യന്മാർ 2 പേരും അല്ലേ? ബക്കറ്റ് എടുത്തേപ്പാ. ബക്കറ്റ് ഉണ്ടാ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോ. മുസാഫഹത്താണെന്ന് കരുതിയാൽ മതി. പെട്ടെന്ന് എല്ലാവരും കൊടുത്താൽ മതി. കൊടുത്ത് വിട്ടാൽ മതി. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചങ്ങായിമാരെ ഇമാര് കല്യാണ പയ്യന്മാരാ വിളിച്ച് പേര് നല്ല പേരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഒരാളുടെ പേര് ഉമർ ഫാറൂഖ്, രണ്ടാമത്തെ പേര് മുസമ്മിൽ. ഒരാള് ഉമർ റളിയല്ലാഹു തആലാന്റെ പേര്, അവന്റെ പേര് ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ മുസമ്മിൽ. ഈ പെണ്ണുങ്ങളുടെ പേരെന്താപ്പാ? നിന്റെ ഭാര്യയുടെ പേരെന്താ? സഫീന. അവന്റെ എന്തായാലും നിങ്ങൾക്ക് നല്ല പേരാ, ഭാര്യക്കും ഭർത്താവിനും. മക്കൾക്കെങ്കിലും നല്ല പേരിടണം കേട്ടാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم إنا نسألك بالحق الفاتحة المعلمة وسبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في أدياننا وأنفسنا وأولادنا وأهلينا وصحابنا وأحبابنا من كل محنة وفتنة وشدة وبوس وضيق ومرض وضير، إنك ولي لكل خير ومتفضل بكل خير. കരുണയുള്ള അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇബാദത്തിന്റെ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇബാദത്തിന്റെ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ നടന്ന ഈ വിവാഹം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സുന്നത്തായ രീതിയിൽ മുത്തുനബി പറഞ്ഞു തന്നതുപോലെ അല്ലാഹുവേ മര്യാദയോടുകൂടി നടന്ന ഈ നിക്കാഹ് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നവദമ്പതികളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ റഹ്മാനെ. വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒത്തൊരുമയോടെ സ്നേഹത്തോടെ നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള സാലിഹായ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖറബിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രായമുള്ളവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കണേ അല്ലാ.
ഈ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ 11 പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നത് കൊടുത്തവരാണ്. പടച്ചവനെ നീ അവരെ കൈവിടല്ലേ അല്ലാ. അവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാന്, അവർക്ക് നീ സ്വർഗം നൽകണേ തമ്പുരാന്. ആരെല്ലാം ഈ വിവാഹത്തിന് വേണ്ടി സഹായം ചെയ്തോ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാന്. അവർക്ക് നീ ജന്നാത്തിൽ ഫിർദൗസ് കൊടുക്കണേ തമ്പുരാന്. മരിക്കുന്ന സമയത്ത് സ്വർഗം കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. മരിക്കുമ്പോ വെള്ളിയാഴ്ച രാവിൽ പോലെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ.